കണ്ടപ്പോൾ ഞാനിത് സത്യത്തിൽ ഞാനിപ്പോൾ ഒരു 15ാമത്തെ ഫുൾ ലെങ്ത് സിനിമ കാണുന്ന 15ാമത്തെ സിനിമയാണ്, 15ാമത്തെ പ്രാവശ്യം. അതുകൊണ്ട് തന്നെ ഈ കണ്ട് അതിൻ്റെ ഒരു ഇത് മീൻസ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് ബ്രേക്കായി, ആസ്വാദനത്തിൻ്റെ കണ്ടിന്യൂറ്റി എനിക്ക് ബ്രേക്കായി. പക്ഷേ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കണ്ടപ്പോഴേക്കും ഞാൻ കൂടുതലും ആ സ്ക്രീനിനകത്ത് കാണുന്നതിൻ്റെ എക്സ്പ്രഷൻസ് ഈ സൈഡിലിരിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം കൺസീവ് ചെയ്യുന്നു എന്നുള്ളത് ഒബ്സർവേഷനിലാണ് ഞാനിരുന്നത്. അവർ ഹാപ്പിയാണോ, അവർ കൺവിൻസ്ഡ് ആണോ, അവർ സെറ്റിൽ ഡൗൺ ആണോ എന്ന് നോക്കുകയായിരുന്നു പരിപാടി. ഞാൻ സിനിമ കാണുന്നതിനേക്കാൾ ഉപരി അവരുടെ റിയാക്ഷൻസ് എടുപ്പായിരുന്നു എൻ്റെ പരിപാടി, എൻ്റെ പ്രധാന പരിപാടി. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എനിക്ക് തോന്നുന്നു സിനിമ കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ, ഇത് ഹെവി ആയ ക്യാരക്ടറാണ്. ഇപ്പോഴും ഞാനത് പറയുമ്പോൾ എല്ലായിടത്തും ഇത് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് ഇത് തന്നെ പറയാനുള്ളതെന്ന്. പക്ഷെ പടം കണ്ടവരാണെങ്കിൽ മനസ്സിലാവുക അത്രയും ഹെവി ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ആ ക്യാരക്ടർ എൻ്റെ ഇമോഷൻസ് കൺവേ ചെയ്യുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ഹെവി റിസ്ക് ഉള്ള ഇതാണ്. അപ്പോൾ ഞാൻ കണ്ടവരുടെ റെസ്പോൺസ് എടുത്തപ്പോഴേക്ക് ഇത് കറക്റ്റ് വേയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ഒരു ഫാമിലിക്കകത്തുള്ള ഹിഡൻ ആയിട്ടുള്ള ഒരു ഇമോഷനുണ്ട്. ആ ഹിഡൻ ആയിട്ടുള്ള ഇമോഷൻ ആരും പറയാൻ ധൈര്യം കാണിക്കാറില്ല. കാരണം ത്രൂ ഔട്ട് ഒരു സിനിമയിൽ 2 മണിക്കൂർ 26 മിനിറ്റ് സംസാരിക്കുന്ന മാറ്റർ, ആ ഫാമിലി ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബോണ്ടിങ്ങിനകത്തുള്ള ആ ഇമോഷൻസിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നമ്മുടെ സിനിമ. ഒരു പക്ഷേ ലെജൻഡുകളൊക്കെ പറഞ്ഞു വെച്ചിട്ട് പോയ ഒരു സാധനത്തിന് നമ്മളൊരു പുതിയ ആൾക്കാർ ഇത് ചെയ്യുമ്പോഴേക്കും അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിലൊരു കൺഫ്യൂഷനുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും